പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും തളരുന്നവരല്ല. മന്തി ഹലോ ഗായ്സ്. കിട്ടിയില്ല ഒന്നുകൂടെ. ഹലോ ഗായ്സ്. അപ്പൊ ഗായ്സ് ഇന്ന് നമ്മൾ എവിടെ പോന്നെ? നോയമാർക്കിൽ സാരയിൽ പോകുന്നു നമ്മൾ. ആയിട്ട് ഓസ്നാബു കാണുന്നു നമ്മൾ. ഓക്കെ, അപ്പം ഓൾറെഡി ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയുക, ഇരുട്ടത്തായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. സോ നമ്മൾ ഇന്ന് വെട്ടത്ത് കാണാൻ പോവാണ്. പക്ഷെ വെട്ടത്ത് കാണാൻ സംഭവം കാണാൻ പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തെത്തി. പക്ഷെ എത്തി കഴിഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കട അടച്ചു. അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഞങ്ങൾ രണ്ടുപേരോട് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നോ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണും. സാധനങ്ങൾ അവിടെ ഇല്ലേല് നമ്മളന്ന് കാസിൽ പോയപ്പോൾ ഭയങ്കര തണുപ്പ്, എനിക്ക് വോമിറ്റിങ് വന്നു, ശ്വാസം മുട്ടൽ വന്നു. അങ്ങനെ പിന്നെ ഈയിടെ നമ്മളിവിടെ പോയ വിൻഡർബർഗ് പോയിട്ട് ഭയങ്കര സുഖം. മഴയായിരുന്നു, മഞ്ഞിനൊക്കെ ഭയങ്കര മഴയായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ പോകണമല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും അങ്ങനെ. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും തളരുന്നവരല്ല. നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. നമ്മൾ സാരയിലൊക്കെ പോകുക. നമുക്ക് സാരയിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുത്ത് ഈ ഒരു സങ്കടം അങ്ങ് അത് ഞാൻ പറയാം, സൂ ചെയ്യാൻ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഷോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് പോയതല്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി നല്ലതുണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനെ 2-3 ട്രയൽ ചെയ്ത് നോക്കി. ഞാൻ ഇതൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയത്, പക്ഷേ ഇത് എടുത്തില്ല. എന്തോ എനിക്കൊരു സുഖം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഒരു ജീൻസും അല്ലാതെ ഒരു ടോപ്പും എടുത്തു. അങ്ങനെ അഞ്ചു എനിക്ക് വേണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം കണ്ടില്ലേ, വലിയ ക്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 മിനിറ്റെങ്കിലും ആ ക്യൂവിൽ നിന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് 2 ഡ്രസ്സ് എടുത്തിട്ട് നേരെ നമ്മൾ വെള്ളം ഇറങ്ങിയപ്പോൾ ഒരു ബാഗിൻ്റെ സെക്ഷനിൽ എത്തി. അങ്ങനെയാണ് നമ്മൾ ഈ ക്യൂട്ട് ബാഗ് കാണുന്നത്. ഭയങ്കര രസമുണ്ടല്ലേ. അതൊരു ചൈനീസ് തീമിലുള്ളതായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ആ സൈഡിൽ മൊത്തം അങ്ങനത്തെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര അങ്ങ് തളർന്നു. നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് വേണം, പുറത്തിറങ്ങി നമുക്ക് ഫുഡ് മുഖ്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കയറി. നാട്ടിലെ മന്തിയോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊക്കെയാണൊരു ആശ്വാസം. സോ നമ്മൾ മന്തിയും ഒരു മെക്സിക്കൻ ടെല്ലർ അല്ലേ, അതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഗായ്സ് ഭയങ്കര ഹെവി ആയിട്ടൊക്കെ, ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് ഭയങ്കര, പക്ഷേ ഭയങ്കര ഹെവി ആയിട്ട് ഇതെന്ത് ഒരു നാനും ചിക്കനും റൈസും കുറേ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. ഇവളുടെ മെക്സിക്കൻ ടെല്ലറിനകത്ത് കുറച്ചുകൂടി എന്താ പറയുക, ചീസ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വ്യത്യാസവും തോന്നുന്നു, അറിയത്തില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. നല്ല ചൂട് പറക്കുന്നു. ഞാൻ കഴിച്ചൂടെ കണ്ടു. കുറച്ച് ചിക്കൻ എടുക്കുക, ഇതെടുക്കുക, മയണൈസ് എടുക്കുക, മുക്കുക, അങ്ങനെ കുഴയ്ക്കുക. ശരിക്കും നമ്മൾ അവിടുന്ന് കഴിച്ചതിനേക്കാളും നാട്ടിലെ ഫ്ലേവർ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. വീട്ടിൽ നിന്ന് വലിയ പ്ലാനിങ്ങോടുകൂടി ഓൾഡ് സിറ്റി കാണാൻ വന്ന ഞങ്ങൾ മന്തി കഴിച്ച് മത്തടിച്ച് വീട്ടിൽ പോയി ഉറങ്ങാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിൽ സെറ്റ് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.